ഈ വീഡിയോ കണ്ടല്ലോ. കേവലം ഒരു 10 to 12 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമില് ഗായത്രി11 എന്ന അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഇപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 10 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 50 ലക്ഷത്തിനടുത്തോളം ആളുകൾ, 5 മില്യൺ ആൾക്കാർ ഈ വീഡിയോ ഇപ്പം കണ്ടു കഴിഞ്ഞു. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ വായിക്കാം. അതിന്റെ താഴെ, ആ വീഡിയോസിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ്. അയാൾക്ക് വിരൽ പോലുമില്ലല്ലോ, എന്താണ് സംഭവം അറിയില്ല, എന്നാലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാറിയിരിക്കാമായിരുന്നു. എന്താണ് എന്ന് സംഗതി എന്ന് വിശദമായി പറയൂ, ഇല്ലേൽ ഇവിടെയുള്ളവരെല്ലാം തന്നെ കുറ്റക്കാരിയാക്കും. അത് സത്യം. കൈവയ്യാത്ത ആളെ വെച്ച് എന്തു വാടി? ഇത് എന്താണെന്നറിയാൻ ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നിവേദനം അയക്കണമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് മാക്സിമം കമന്റ്സും ഗായത്രിയെ വിമർശിച്ച് കൊണ്ടുള്ള കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗായത്രി ഈ വീഡിയോ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്ഷൻ എന്ന് ഉണ്ടായത് ട്രെയിനിൽ എനിക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് എന്നാണ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ മാത്രം ഇട്ടിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. വേറെ ഒരു 10 to 12 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണല്ലോ, ബാക്കിയൊന്നും കാണാനുമില്ല. വീഡിയോ കുറേ വരുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണ് സംഭവം, ഒന്നും പ്രശ്നമില്ലല്ലോ, അയാൾക്ക് കൈയില്ലാത്തതല്ലേ, അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ, നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് കമന്റ്സ്. അവരിപ്പോ കമന്റ്സ് ഇട്ടവരെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോ ഈ കമന്റ്സ് ഒക്കെ വന്നതിന് ശേഷം ഏകദേശം ഒരു 50 ലക്ഷത്തിനടുക്ക് ആൾക്കാർ കണ്ടതിന് ശേഷം ഗായത്രി അതിന്റെ ക്യാപ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടായിരുന്നു. അത് കൂടാതെ തന്നെ വേറൊരു വീഡിയോയും കൂടി ചെയ്തു, എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ ആ ക്യാപ്ഷൻ വായിക്കാതെ, ഒരുപാട് ക്യാപ്ഷൻ ഉണ്ട്, ബോർഡിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ തൃശ്ശൂരിൽ നിന്നും കൊല്ലത്തേക്ക് KRBA TVCN SF എക്സ്പ്രസ് 22647 ട്രെയിനിൽ 10/4/2026 വരികയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് തീയതി 18, കഴിഞ്ഞിട്ട് 8 ദിവസമായി. 8 ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യായിരുന്നല്ലോ, ഈ 10 to 12 സെക്കൻഡ് വീഡിയോ ഉള്ളത്. എന്തിനാ ഇത്രയും സമയം എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. അതും ഞാൻ നേരത്തെ റിസർവ് ചെയ്ത സ്ലീപ്പർ സീറ്റിൽ S1 സ്ലീപ്പർ ആയിരുന്നു കൊണ്ടായിരിക്കാം സീറ്റുകൾ എല്ലാം തന്നെ ഒരുവിധം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്റെ ലോങ് സീറ്റിൽ ഞാൻ മാത്രമാണ് യാത്രക്കാരായി ഇരുന്നത്. ഈ ലോങ് സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഗായത്രിയാ ഒരു ബർത്ത് ഫുള്ളായിട്ടായിരിക്കും. എനിക്ക് ഓപ്പോസിറ്റായി ഒരു ഇത്തയും ഉണ്ടായിരുന്നു. മറ്റാരും അവിടെ ഇല്ലായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ലോങ് സീറ്റിൽ ഞാൻ കിടന്നു. കുറച്ചു ദൂരം ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ മുകളിൽ വീഡിയോയിൽ കണ്ട വ്യക്തി എന്റെ കാലിൽ വന്നിരുന്നു. പെട്ടെന്ന് ഞാൻ പേടിച്ച് ജനാലക്കരികിലേക്ക് മാറിയിരുന്നു. പിന്നീട് ആ വ്യക്തി അവിടെ ഇരുന്ന് അയാളുടെ ഷർട്ട് മുകളിലേക്ക് പൊക്കുകയും ആ വീഡിയോയിൽ കാണുന്നത് പോലെ പാൻറ്റുകൾ താഴ്ത്തിയിട്ടും അടിവസ്ത്രം കാട്ടിയിരിക്കുകയും ചെയ്തു. ശേഷം ആ വ്യക്തി അയാളുടെ വയറിന്റെ താഴ്ഭാഗത്തും മറ്റും രോമങ്ങൾ പറിച്ച് സീറ്റിലിടുകയും ചെയ്തു. അത് കണ്ടപ്പോഴേക്കും ഞാൻ നന്നായി പേടിച്ചു. ആ വ്യക്തിക്കാണെങ്കിൽ ഒരു കയ്യുമില്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഗോവിന്ദച്ചാമിയാണ്. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴും അതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു കൈയില്ലാത്ത ആളായിരുന്നു. കൈ പാതി കട്ടായ എന്തോ ആണ്, കൃത്യം മനസ്സിലാവുന്നില്ല. അതാണ് എനിക്കും മനസ്സിലുണ്ടായത്. മുഷിഞ്ഞ രീതിയിലാണ് പുള്ളി വസ്ത്രം ധരിച്ചിരുന്നത്. ഞാൻ പേടിച്ചത് കണ്ട് എന്റെ മുന്നിലിരുന്ന ഇത്താക്ക് ആ വ്യക്തിയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മറ്റും ചോദിച്ചപ്പോഴാണ് ഒരു ഹിന്ദിക്കാരനാണെന്ന് മനസ്സിലായി. പുള്ളിയുടെ കയ്യിൽ ടിക്കറ്റുമില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ ക്യാപ്ഷൻ ഇട്ടിരുന്നത്. മുമ്പേ പറഞ്ഞ പോലെ ഇത് ഈ വീഡിയോ അങ്ങ് റീച്ച് ആയതിനു ശേഷമാണ് ഗായത്രി ക്യാപ്ഷൻ ഇടുന്നതും ഇതിന്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതും. അവസാനം ക്യാപ്ഷനിൽ പറയുന്നത് 139 ഹെൽപ്പ് ലൈനൊക്കെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തു. ലാസ്റ്റ് ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അവിടെയാണ് സംശയത്തിന്റെ ഒരു ഇത് വരുന്നത്. മുഴുവൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്.
അവിടെ വെച്ചാണ് ഗായത്രി ആ ക്യാപ്ഷൻ അവസാനിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഇടുന്നതിന് മുമ്പേ ഇതിനെ ക്ലാരിഫിക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഈ മാസം 10-ാം തീയതി, അതായത് ഏപ്രിൽ 10-ാം തീയതി തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ സീറ്റിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പോസിറ്റ് ഒരു ചേച്ചി, അതായത് വ്യക്തിയാണ് ഉണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന വ്യക്തി, അതായത് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി വന്നിട്ട് എന്റെ കാലും വരുന്നു. ഞാൻ പെട്ടെന്ന് വന്നിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിക്കുകയും ചെയ്തു, അവിടുന്ന് ചാടി എഴുന്നിട്ട് നീങ്ങിയിരിക്കുകയും ചെയ്തു സൈഡിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിയുടെ സീറ്റാണെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ ഇരിക്കട്ടെ എന്ന്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ രീതികൾ മാറി, അതായത് ഒരുമാതിരി നോട്ടങ്ങൾ നോക്കുക, അതുപോലെ തന്നെ എന്താ പറയാ, വയറിൽ നടന്ന ഷർട്ട് ഇങ്ങനെ ഉടുപ്പ് മേലേക്ക് പൊക്കി വെച്ചിട്ട് അണ്ടർവെയറിന്റെ സ്ട്രാപ്പ് കാണിക്കുക, അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് എന്തൊക്കെയോ ചോഞ്ഞ് മന്തി എടുക്കുക. ഈ വയറിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് രോമങ്ങൾ പറിച്ചിട്ട് സീറ്റിലോട്ട് ഇടുക. എനിക്കും അത് ഇത്താക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നു. കാരണം പുള്ളിയുടെ നോട്ടങ്ങളായാലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ആയിരുന്നു. ഞാൻ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഇടത്തെ കൈ ഇല്ല. എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഗോവിന്ദസ്വാമി ആയിരുന്നു. ഈ കയ്യിലായിരുന്നെങ്കിൽ എന്തൊക്കെയോ അഴുക്കോ പെയിന്റോ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ മുഷിഞ്ഞതായിരുന്നു, കള്ളു കുടിച്ചിട്ടാണോ അതോ എന്തെങ്കിലും വലിച്ചിട്ടാണോ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയ സമയത്ത് ആ ഇത്താരടുത്ത് ആ പുള്ളി എന്തെങ്കിലും പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഇത്ത ചോദിച്ചു നിന്റെ സീറ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ സീറ്റ് നമ്പറും ഇല്ല, ടിക്കറ്റും ഇല്ല, ഒരു തേങ്ങ ഇല്ലാണ്ടാണ് കയറി കുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അവിടെ അത്രയും സീറ്റ് ഉണ്ടായിട്ടും അവിടെ ഒന്നും ഇരിക്കാതെ എൻ്റെ അടുത്ത് വന്നിരുന്നത്. എഴുന്നേറ്റ് നിന്ന് അയാൾ മോന്തയ്ക്ക് അടിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അയാളോട് സംസാരിക്കാനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡോറിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന ഫസ്റ്റ് സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് അയാളുടെ എന്തെങ്കിലും സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ അയാൾ എന്നെ വലിച്ച് പുറത്തിടുക. എനിക്ക് അത്ര ആരോഗ്യമില്ലാത്ത ആളാണ് ഞാൻ. എന്നെ വലിച്ച് പുറത്തിടുക, എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പുള്ളി ഹിന്ദിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡോർ ട്രെയിനിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണം ആ ഇത്ത പുള്ളിക്കാരുടെ അടുത്ത് ചൂടാവുകയും ടിക്കറ്റ് കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇയാൾക്ക് ഭയങ്കര ഇതായിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ ട്രെയിനിൽ ഇറങ്ങിയോ അതോ ആ ട്രെയിനിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ച ഒരൊറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന് കണ്ടതുകൊണ്ടാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നത്. ആ ട്രെയിനിൽ എന്നെ പോലെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമല്ല ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഉണ്ടാവാം. അവരെടുത്ത് ആരെങ്കിലും പോയിരുന്ന് എന്തെങ്കിലും പരിപാടികൾ ഒപ്പിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല. ആ ഒരു കാര്യം ഞാൻ ഓർത്തിട്ട് അപ്പം തന്നെ ഞാൻ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു. അതായത് റെയിൽവേ ഹെൽപ്പ് ലൈൻ 139 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അവർ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേ എന്നുള്ള ഒരു ലേഡി സ്റ്റാഫ് എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ എൻ്റെ കംപ്ലൈന്റ് പറയുകയും ചെയ്തു. അവിടുന്ന് അടുത്ത സ്റ്റേഷൻ ആയപ്പോൾ തന്നെ TTR എൻ്റെ അടുത്ത് വരികയും അവരടുത്ത് ഞാൻ കാര്യം പറയും. അതേപോലെ തന്നെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കംപ്ലൈന്റും കൊടുത്തിട്ടാണ് ഞാൻ ആ ട്രെയിനിൽ ഇറങ്ങി പോന്നിട്ടുള്ളത്. എനിക്കുണ്ടായ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഞാനത് അപ്പം തന്നെ കംപ്ലൈന്റ് ചെയ്തത്. കാര്യം അറിയാതെ എന്നോട് അവിടുന്ന് മാറിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് എൻ്റെ സീറ്റിൽ നിന്ന് ഞാൻ മാറേണ്ട കാര്യമുണ്ടോ? ഞാനിട്ട് ആ ഒരു വീഡിയോയിൽ അയാൾ എന്നെ കയറി പിടിച്ചെന്നോ അല്ലെങ്കിൽ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ട്രെയിനിൽ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് അതാണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ചേട്ടന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരോടും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പെരുമാറുക? ആ ഒരു ടൈമിൽ അനുഭവിച്ച ആ ഒരു പേടിയും ആ ഒരു ടൈമിൽ കടന്നു പോയൊരു മാനസികാവസ്ഥയും എന്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കേട്ടല്ലോ, ഗായത്രി അവസാനം പറഞ്ഞു വെക്കുന്നത്, നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക? അല്ല, ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ്സ് ഇട്ടായിരുന്നല്ലോ, അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഗായത്രി പറയുന്നത്. ഗായത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഷിംജിത എന്ന സ്ത്രീ ചെയ്ത ഒരു വീഡിയോന്റെ ബലമാണ് ഇപ്പൊ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാതെയോ അല്ല വെറുതെ ഒരു വീഡിയോ എടുത്ത് ഇടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഷിംജിത ഇഷ്യൂവിന് ശേഷം കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഓൾറെഡി വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഷിംജിതയുടെ ഇഷ്യൂ. അതിനിപ്പോ 80% 90% ആൾക്കാരും വിചാരിക്കുന്നത് എല്ലാവരും റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബസ്സിലുണ്ടാകുന്ന അതിക്രമമാവട്ടെ, ട്രെയിനിലുണ്ടാകുന്ന അതിക്രമമാവട്ടെ, ഇതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള വിചാരം 80% ജനങ്ങൾക്കുണ്ട്. ഇതിൽ കമന്റ് ചെയ്തതിൽ കുറെ പെൺകുട്ടികളും ഉണ്ട്. ഈ റീച്ചിന് വേണ്ടി ചെയ്യുന്നതിലെ പറയുന്ന കുറെ പെൺകുട്ടികളുടെ കമന്റ്സും ഞാൻ 1-2 കണ്ടായിരുന്നു. ആ പെൺകുട്ടി ഫേക്ക് ഐഡി ആണോ എന്ന് അറിയില്ല. അപ്പോ ഗായത്രി ഫസ്റ്റ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ വോയിസ് ഇപ്പോ രണ്ടാമതൊരു ഇപ്പോ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് വഴിവെക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. എന്നിരുന്നാലും ചെയ്യേണ്ടതൊക്കെ ഗായത്രി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 13 ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയും ബാക്കിയുള്ള ആർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാന്ന് വിചാരിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന എടുത്താണ് ഈ പ്രശ്നം പറ്റിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ഇനി വരുന്നുണ്ട് എന്നുള്ള ഒരു ആകാംക്ഷയും
വ്യൂവേഴ്സിന്റെ ഇടയിൽ കൊടുത്തതും തോന്നുന്നത് അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.